കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുക്കൊണിതാദൃദാനനേന്തോ മമ വാജി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധഭുജാ മുഖാംബുജം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ചലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാഹം നൗമിതം ലോകശങ്കരം. ഞാനെന്നുള്ളൊരു ഭാവമെന്നു മൊഴിയാൻ കൈലാസനാഥാത്മജാ ചാർത്തുന്നു പദപങ്കജേ പദസുമം കോർത്തോരുഹാരം മുദാ. വമ്പേറും കലിനാശക ഹരിസുതാ ചൈതന്യസത്തേ ഭവാൻ സന്താപം കളയേണമേ കനിയണേ ശ്രീഭൂതനാഥം ഭജേ. മാലോകർക്കുഹിതം കൊടുത്തു ശബരീശൈലത്തിലായി വാണിടും സ്വാമിൻ ശങ്കര വിഷ്ണുസൂനു ഭഗവൻ നീയേ എനിക്കാശ്രയം. പള്ളിക്കെട്ടു ചുമന്നു താവകപദം കാണാനിവൻ വന്നിടും നേരത്തൻ്റെ മഹാപരാധമഖിലം മാറ്റിയിടണേ തേവരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശമസ്കന്ധത്തില് ഭഗവാന്റെ വിവാഹ കഥകള് 8 വിവാഹ കഥകൾ പറഞ്ഞപ്പോഴാണ് ഭഗവാന് പോരാ 1000ഓളം വിവാഹം. അത് 1100 1008 ഒക്കെ ഇങ്ങനെ പല ഭാഷകളുണ്ടെങ്കിലും 1000 മേളിൽ എന്ന് ബഹുത്വമായിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ നരകാസുരവധം കഥ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. രാജാവ് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, യഥാ ഹതോ ഭഗവതാ ഭൗമോ യേന ചതാസ്ത്രിയ നിരുദ്ധായേ തഥാ ചക്ഷ്വവിക്രമം ശാംഗധന്വന. നരകാസുരന്റെ വേറൊരു പേരാണ് ഭൗമൻ. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഭൂമിയുടെ പുത്രനായതുകൊണ്ട് ഭൗമൻ അല്ലെ. ഇപ്പം നരകാസുരനെ പറ്റി പറയുകയാണെങ്കിൽ വരാഹമായിട്ട് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ അവതരിച്ച സമയത്ത് ഭൂമിയിൽ നിന്നും ആ ഭഗവാന്റെ രേതസ്സിൽ നിന്നും അല്ലെങ്കിൽ ഭഗവാന്റെ ബീജത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള ആ ആളാണ് ആര്? നരകാസുരൻ. പിന്നെയോ ആ നരകാസുരൻ ഭൗമൻ എന്നുള്ളൊരു പേരില് അസുരനായിരുന്നു, ദൈത്യനായിരുന്നു എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ നരകാസുരൻ ഭഗവാനാൽ വധിക്കപ്പെടുകയും അയാളുടെ കാരാഗ്രഹത്തിൽ നിന്ന് സ്ത്രീയ നിരുദ്ധായേതചക്ഷ്വവിക്രമം ശാർഗധന്വന. ആ കാരാഗ്രഹത്തിൽ നിന്നും ധാരാളം അനേകായിരം കന്യകമാർക്ക് മോചനം ലഭിക്കുകയൊക്കെ ഉണ്ടായതായിട്ടുള്ള ആ ചരിത്രം ഹേ ഗുരുനാഥ അവിടുന്ന് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് ശ്രീശുബ്രഹ്മർഷിയോട് പരീക്ഷിത് മഹാരാജാവ് അവിടുന്ന് ആഗ്രഹപൂർവം പറഞ്ഞപ്പോ ശ്രീശുബ്രഹ്മർഷിത അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നരകാസുരൻ വരുണന്റെ വെൺകൊറ്റക്കുടയും ദേവേന്ദ്രന്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥി ദേവിയുടെ കുണ്ടലങ്ങളും ദേവപർവ്വതമായിട്ടുള്ള മന്ദിരത്തിന്റെ ശിഖരവും അവിടുന്ന്
അപേക്ഷിച്ചു. അവിടെ പറയുന്നുണ്ട്, നോക്കൂ, ഹൃതാമരാദി ആദ്രിസ്ഥാനേന ജ്ഞാപിതോ ഭൗമചേഷ്ടിതം ഇന്ദ്രേണ ഹൃതക്ഷത്രേണ ഹൃതകുണ്ടല ബന്ധുന ഹൃതാമരാദ്രി സ്ഥാനേന. അതാണ് ആ പർവ്വതത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ദേവപർവ്വതമായിട്ടുള്ള മന്ദിരത്തിന്റെ രത്നശിഖിരവും അവിടുന്ന് അപഹരിച്ചു പറയാണ്. അതുകൊണ്ട് ഇന്ദ്രൻ ആ അക്രമ പ്രവർത്തികളെ പറ്റിയൊക്കെ ഭഗവാനോട് ആവലാതിപ്പെട്ടുകൊണ്ട് വേഗം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നേരെ സഭാര്യോ ഗരുഡാശ്രയ പ്രാഗ്ജ്യോതിഷപുരം യയോ. അവിടെ ഭംഗിയായിട്ട് ആചാര്യന്മാരൊക്കെ നർമ്മ രീതിയിലൊക്കെ പറയും. എന്താണ്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെ, ഭാര്യയോടുകൂടി പല സ്ഥലത്തും പോകുമ്പം ആ കുറച്ചു നാളെങ്കിലും എന്താണ് അല്ലെ ഒരുമിച്ചാ പോകാറ് പതിവ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഭഗവാൻ വേഗം തന്നെ ദാരികനെ വിളിച്ച് രഥം കൂട്ടി പോകാൻ വേണ്ടിയിട്ട് രഥത്തിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴല്ല, ഇപ്പൊ എങ്ങോട്ടാണ് എന്നുള്ള രീതിയിൽ പുറകീന്ന് വിളിച്ചു എന്നൊക്കെ പറയും ആചാര്യന്മാര്. ഭാഗവതത്തിലൊന്നും ഇല്ല എങ്കിൽ പോലും ഭാഗവതത്തിൽ ഇതായി ഒരു ഒറ്റ ശ്ലോകത്തിൽ ഒരൊറ്റ വരിയിൽ തീരുകയാണ്. എന്താണ്, സഭാര്യോ ഗരുഡാരൂഢ പ്രാഗ്ജ്യോതിഷപുരം യയോന്ന്. അപ്പം ചോദിക്കും സത്യഭാമ, അല്ല വിവാഹമൊക്കെ കഴിഞ്ഞാൽ പതിവ് എങ്ങനെയാ പതിവ് അല്ലെ? രണ്ടുപേരും കൂടി ഒരുമിച്ച് ആണ് യാത്ര, ആരും വേറൊരാൾ കൂടെ വരാറ് പതിവില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഭഗവാൻ ചെയ്തു, ഞാന് ഇപ്പം അതിന് പോകുന്നത് നരകാസുരന്റെ കൊട്ടാരത്തിലേക്കാണ്, പ്രാഗ്ജ്യോതിഷപുരം. എന്തിനു വേണ്ടിയിട്ടാണ്? നരകാസുരനെ അല്ലെ യുദ്ധം ചെയ്ത് ആ കുണ്ടലങ്ങൾ ദേവന്മാർക്ക് കൊണ്ട് കൊടുക്കണം, അതിനുള്ള പുറപ്പാടാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. അപ്പോഴോ അത് തന്നെയല്ല, ഈ പുറകീന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കില്ലാത്തതുകൊണ്ട് ഈ പുറകീന്ന് വിളിച്ച ആളെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഗുണം? അതിന്റെ ആ ഒരു ദോഷം അവിടെ തീരുകയാണ് അല്ലെ. പുറകീന്ന് വിളിച്ചു ആവില്ല, അയാളും കൂടെ വരികയാണെങ്കിൽ. അങ്ങനെ എന്തായാലും ഭഗവാൻ പറഞ്ഞു, എന്നാ വന്നോളൂ, വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ സത്യഭാമയും കൂടി കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സത്യഭാമ നോക്കിയപ്പം ദാരികൻ തേരോടിച്ചുകൊണ്ട് ദാരികൻ വന്നിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, നമ്മളുടെ കൂട്ടത്തിൽ ഇനി ഇടയ്ക്ക് ഒരാള് ഇനി ആവശ്യമില്ല, അതുകൊണ്ട് ദാരികനെ പറഞ്ഞു വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അപ്പൊ ആരാ രഥം ഓടിക്കുന്നത്? രഥമൊക്കെ ഓടിക്കാൻ എനിക്ക് നേരത്തെ അറിയാം. ആചാര്യന്മാര് പറയാറുണ്ട്, ആദ്യമായിട്ട് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുത്തത് ആരാണ്? സത്രാജിത്ത് അല്ലെ. സത്രാജിത്താണ് ഈ സത്യഭാമയെ രഥം ഓടിക്കാൻ പഠിപ്പിച്ചതും ലൈസൻസ് എടുത്തു കൊടുത്തതൊക്കെ. എന്തായാലും ആ സത്യഭാമ ഭഗവാന്റെ കൊണ്ട് രഥം ഓടിച്ചുകൊണ്ട് നേരെ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് യാത്രയായി പറയാണ്. അവിടെ ചെന്ന് ചെന്നപ്പോഴേക്ക് എളുപ്പമൊന്നുമല്ല അങ്ങോട്ട് കയറാൻ. ഭഗവാന്റെ സന്നാഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗിരിദുർഗങ്ങള്, ശസ്ത്രദുർഗങ്ങള്, ജലം, അഗ്നി തുടങ്ങിയതായിട്ടുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. പർവ്വതങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നു അവിടെ. എങ്ങനെ ഈ പർവ്വതങ്ങളൊക്കെ ഖണ്ഡിച്ച് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ ഇത് അമ്പുകൊണ്ട് വലിയൊരു തടസ്സം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ജലം കൊണ്ടും അഗ്നി കൊണ്ടും ഒക്കെ, കാറ്റുകൊണ്ടും അനില ദുർഗമം, ഇങ്ങനെയുള്ള ഈ ദുർഗങ്ങളെയൊക്കെ ഭഗവാൻ ഭേദിച്ച് അവിടെ കൊട്ടാരത്തിന് മുമ്പിലെത്തി. അവിടെ ചെന്നപ്പോഴാണ്, നോക്കൂ, വലിയൊരാള് അവിടെ കിടന്ന് സുഖമായിട്ട് വെള്ളത്തിൽ കിടന്നുറങ്ങുക. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മുരപാശായുതേർ ഘോരേർ സുദൃഢൈ സർവത ആവൃതം. ഇവിടെ മുരൻ എന്ന് പേരായിട്ടുള്ള ഒരു അസുരൻ കാവലായിട്ട് നിൽക്കുകയാണ് പ്രാഗ്ജ്യോതിഷപുരത്തില്. അയാൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ജലത്തിൽ അവിടെ പറയുന്നുണ്ട്, മുരശയാന ഉത്തസ്ഥോ ദൈത്യ പഞ്ചശിരാജലാൽ. അയാളുടെ പ്രത്യേകത എന്താണ്? 5 ശിരസ്സുണ്ടെന്നാ പറയാം. 5 ശിരസ്സോട് കൂടിയിട്ടുള്ള ആ മുരൻ വെള്ളത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ കിടന്നതായിട്ടുള്ള മുരാസുരനെ വേഗം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? അവിടുന്ന് തൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം അങ്ങോട്ട് മുഴക്കി. പാഞ്ചജന്യ ധ്വനിം ശ്രുത്വാ യുഗാന്ത ആശനി ഭീഷണം. വലിയൊരു ഇടിമുഴക്കം പോലെയാണ് മുരൻ അത് ബാധിച്ചത്. മുരൻ എന്ത് ചെയ്തു? വേഗം ആ ഉറക്കത്തിൽ നിന്നും ആ വെള്ളത്തിൽ നിന്നും അവിടുന്ന് പുറത്തേക്ക് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വേഗം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? പലതരത്തിലുള്ള രീതിയിൽ യുദ്ധം ചെയ്ത് കൽപ്പാന്തകാലത്തെ ആദിത്യൻ അല്ലെങ്കിൽ കാലാഗ്നി, ഇങ്ങനെ അതിനോടൊക്കെ ജ്വലിക്കുന്നതായിട്ടുള്ള ആ നേരെ നോക്കാൻ അരുതാത്തതുമായിട്ടുള്ള ആ ഒരു ഭീകരൻ വായ, ഈ 5 ശിരസ്സുണ്ടെങ്കിൽ 5 ശിരസിലെയും വായകൾ അങ്ങോട്ട്
പൊളിച്ചുകൊണ്ട് തൃശൂലവും പൊക്കിക്കൊണ്ട് നേരെ ഭഗവാനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു എന്ന് പറയാണ്. ഓടിയെത്തി. ആ വരവ് എങ്ങനെയായിരുന്നു ശരിക്ക് അല്ലെ? ഈ ഒരു സർപ്പം എങ്ങനെയാണോ ഗരുഡന്റെ അടുത്ത് അല്ലെ ശത്രുതാഭാവത്തോടുകൂടി ചീറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്, അതേപോലെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. ശൂലം ചുഴറ്റി ഗരുഡനെ ലാക്കാക്കിക്കൊണ്ട് അങ്ങോട്ട് എറിഞ്ഞു. ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ ലാക്കാക്കിക്കൊണ്ട് എറിഞ്ഞു. 5 വായകൾ കൊണ്ടും ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തില് അട്ടഹാസം മുഴക്കിക്കൊണ്ട് ഭഗവാൻ ആ മുരന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാല് ആകാശവും ഭൂമിയും അധോലോകങ്ങളെല്ലാം പ്രകമ്പനം കൊള്ളുന്നത് പോലെ അണ്ടകടാഹത്തെ പിടിച്ചു കുലുക്കുന്ന രീതിയിലായിരുന്നു ആ ശബ്ദം എന്ന് പറയുന്നത്. അവിടെ നോക്കൂ, നരോദസി സർവദിശൊന്തരം മഹാനാപൂരയൻ അണ്ടകടാഹമാവൃണോ. അണ്ടകടാഹങ്ങളെ മുഴുവൻ ഭേദിപ്പിക്കുമാറ് ഉള്ള മുരന്റെ ആ ശബ്ദം തന്നെ. അങ്ങനെ ഗരുഡനെ ഉന്നം വെച്ച് വരുന്നതായിട്ടുള്ള ആ ത്രിശൂലത്തെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ വേഗം തന്നെ ഊക്കോടെ തൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളെ കൊണ്ട് അതിനെ മുറിച്ചു വിട്ടു എന്ന് പറയാണ്. ആ വന്നതായിട്ടുള്ള ഗതാഗ്രജോ നിർബിഭിതേ സഹസ്രധ. പിന്നെ ആ മുരന്റെ മുഖങ്ങളിലും അസ്ത്രങ്ങള് ധാരാളമായിട്ട് വർഷിച്ചു. ഇങ്ങനെ ദേഷ്യം വന്നതായിട്ടുള്ള മുരാസുരൻ എന്ത് ചെയ്തു? വേഗം തന്നെ അടുത്ത പ്രയോഗം എടുത്തു, ഗദയെടുത്തു, നേരെ കൃഷ്ണന്റെ നേരെ പ്രഹരിച്ചു. ആ നേർക്ക് വരുന്നതായിട്ടുള്ള ഗദയെ അല്ലെ ഗദന്റെ ജ്യേഷ്ഠനായിട്ടുള്ള, അത് അങ്ങനെ എടുത്തും പറയുന്നുണ്ട്. ഗദാഗ്രജോ നിർബിഭിതേ സഹസ്രത. ഗദനായി, ഗദ വെച്ചാണോ തന്നെ അല്ലെ, തന്റെ ചേട്ടന്റെ പേര് തന്നെ ഗദാന്നാ, പിന്നെ അതിന് ഗദയെ പേടിക്കേണ്ട കാര്യം അല്ലെ. അങ്ങനെയുള്ള കൃഷ്ണൻ എന്ത് ചെയ്തു? ആ ഗദ കൊണ്ട് അത് വന്നതോടുകൂടി അതിനെ പിടിച്ച് നുറുക്കി അവിടെ ഇട്ടു എന്ന് പറയാണ്. ഉദ്യമ്യ ബാഹൂനഭിധാവതോജിത ശിരാംസി ചക്രേണ ജഹാരലീലയ. കൈകള് രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള ഓരോ അസ്ത്രങ്ങളെയും അതിനെയൊക്കെ നുറുക്കി 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 ഭഗവാൻ ഒരു ലീല എന്നുള്ള രീതിയില് ജഹാര ലീലയാ, ഒരു കളിതമാശ പോലെ തന്നെ ഭഗവാൻ ആ യുദ്ധത്തെ നേരിട്ട് ആ സുദർശന ചക്രം കൊണ്ട് എന്ത് ചെയ്തു? ശിരാംസി ചക്രേണ, അവന്റെ ആ ശിരസ് അങ്ങോട്ട് ഭേദിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് പുതിയ ഒരു പേരും കൂടെ കിട്ടി. എന്താണ് പുതിയ പേര് കിട്ടിയത് അല്ലെ? ഭഗവാൻ എന്താ വിഷം കഴിച്ച സമയത്ത് നീലകണ്ഠൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പം മുരാരി എന്നൊരു പേരും കൂടി ഭഗവാൻ ലഭിച്ചു പറയാണ്. പിന്നെയോ വ്യസുപ്പപാദംഭസി കൃത്തശീർഷോ നികൃത്ത ശൃംഗോദ്രിദിവേന്ദ്ര തേജസാ തസ്യാത്മജാ സപ്തപിതുർവധാതുരാ പ്രതിക്രിയാ അർഷജുഷസമുദ്യതാഹ. പിന്നെ ഇന്ദ്രന്റെ വജ്രായുധത്താൽ ഛേദിക്കപ്പെട്ടതായിട്ടുള്ള ശൃംഗങ്ങളോട് കൂടിയതായിട്ടുള്ള പർവ്വതം എന്നുള്ള രീതിയിൽ ആ മുരാസുരൻ വലിയ, പണ്ട് ദേവേന്ദ്രൻ ചെന്ന് ഈ പർവ്വതങ്ങൾക്കൊക്കെ ചിറകുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആ ചിറകൊക്കെ ഭേദിച്ചപ്പോൾ പർവ്വതങ്ങൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് പതിച്ചു വീണത്, അതേപോലെ ആ പർവ്വതാകാരമായിട്ടുള്ള മുരാസുരൻ അവിടെ ഭഗവാന്റെ ആ സുദർശനത്താൽ ശിരസ് അർക്കപ്പെട്ടവനായിക്കൊണ്ട് ആ ഭൂമിയിലേക്ക് നിലംപതിച്ചു പറയാണ്. എന്നിട്ട് ആ ഭൂമിയിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തില്, എവിടെയാവുന്ന വന്നത്? വെള്ളത്തിലേക്ക് തന്നെ വീണു. അങ്ങനെ മുരന്റെ ദുഃഖത്തില് അല്ലെങ്കിൽ വധത്തില് തൻ്റെ മക്കളായിട്ടുള്ള 7 മക്കളായിരുന്നു മുരന്. അവരെല്ലാവരും കൂടി എന്താണ് ഭഗവാന്റെ നേരെ പ്രതികാരം ചെയ്യുവാൻ വേണ്ടി കോപത്തോടു കൂടി അവിടെ വന്നു. അങ്ങനെ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, നഭസ്വാൻ, അരുണൻ തുടങ്ങിയതായിട്ടുള്ള 7 മുരാസുര പുത്രന്മാർക്കും ആ നരകാസുരൻ യുദ്ധനിർദ്ദേശം നൽകിക്കൊണ്ട് സേനാധിപനായിട്ടുള്ള പീഠനെ മുൻനിർത്തിക്കൊണ്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധത്തിനായിട്ട് അവരെ പറഞ്ഞു വിട്ടു നരകാസുരൻ അല്ലെ. നരകാസുരനല്ല പോയത്, പിന്നെന്താണ് ഈ മുരന്റെ മക്കളായിട്ടുള്ള 7 പേരെയും പീഠനെ സൈന്യാധിപനായിക്കൊണ്ട് ഭഗവാന്റെ നേരെ ആ യുദ്ധത്തിനായിട്ട് വന്നു അവര്. അങ്ങനെ മഹാഭയങ്കരന്മാരായിട്ടുള്ള അവര് കോപം കൊണ്ട് എന്താണ് ചുവന്ന കണ്ണുകളോടുകൂടി പുരികങ്ങളൊക്കെ എന്താണ് വളച്ചുകൊണ്ട് കോപാഗ്നിയോടുകൂടി അവര് ആർക്കും ജയിക്കാനായിരുതാത്തതായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്ക്, അത് അവര് ചിന്തിക്കുന്നില്ല അല്ലെ. ഭഗവാന്റെ അടുത്തേക്ക് വന്നു പലതരത്തിലുള്ളത്. അസ്ത്രം ശക്തിയുഷ്ടിശൂലാന്യജിതേ ദുഷോൽബണാഹ ശരാനസീൻ ഗതാഹ. അവിടെ എന്താണ് അസ്ത്രങ്ങളെ കൊണ്ടും വാളുകൊണ്ടും ഗത കൊണ്ടും വേലുകൊണ്ടും പിന്നെയോ കത്തി, ശൂലം തുടങ്ങിയതായിട്ടുള്ള പല ആയുധങ്ങളും പ്രയോഗിച്ചോടെ. പക്ഷെ ഇതുകൊണ്ടൊന്നും അല്ലെ വേണ്ട പോലെ വിചാരിച്ച പോലെ ആകാത്ത നിഷ്ഫലമായതായിട്ടുള്ള
ആ ഭഗവാന്റെ മുമ്പില് വീര്യശാലിയായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് ഇതൊന്നും അത് ആയില്ല. ആ തന്റെ സ്വന്തം അസ്ത്രങ്ങളെ കൊണ്ട് എന്തായി, ഇതിനെയെല്ലാം ഭേദിച്ചു അവിടെ ഭഗവാൻ. ആയുധ സമൂഹത്തെ മുഴുവൻ എന്താണ് ഈ ഇവിടെ പറയുന്നുണ്ട്, എള്ളിൻ കണക്കാക്കി മാറ്റി. തൽ ശസ്ത്രകൂടം ഭഗവാൻ സ്വമാർഗണീരമോഹ വീര്യ തിലശശ്ചകർത്തഹ. എള്ള് പോലെ നുറുക്കി 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 ഇതാ കിടക്കുന്നു അവരുടെ ആയുധങ്ങൾ മുഴുവൻ. പിന്നെയോ വേഗം തന്നെ ആ പീഠൻ എന്ന് പറഞ്ഞ സൈന്യാധിപൻ, ആ സൈന്യാധിപനോടുകൂടി നയിക്കപ്പെട്ടതായിട്ടുള്ള സൈനികരെയൊക്കെ അവര് എന്താണ് നാണമില്ലാതെ ശിരസിങ്ങനെ കുലിച്ചുകൊണ്ട് അവര് വന്നു അവിടെ. അങ്ങനെ വന്ന് അവരുടെ എന്ത് ചെയ്തു, അവരുടെ ആ ശിരസും അതുപോലെ തന്നെ കൈകളും ഒക്കെ അവിടുന്ന് നികർത്ത ശീർഷോ ഒരു ഭുജ അഘ്രിവർമ്മണ. ശിരസ്, പിന്നെ ഊരു തുടകള്, അതുപോലെ തന്നെ ഭുജങ്ങള്, കൈകള്, കാലുകള്, ഇതൊക്കെ അറുത്ത് ആ കവചങ്ങളൊക്കെ ഭേദിച്ച് അവരെയൊക്കെ വധിച്ചു പറയാണ്. അങ്ങനെ കൃഷ്ണന്റെ സുദർശനത്താലും അതുപോലെ തന്നെ അസ്ത്രങ്ങളെ കൊണ്ടുമൊക്കെ അറുതി വരുത്തിക്കൊണ്ട് സഹിക്കാൻ അരുതാത്തതായിട്ടുള്ള കോപം പൂണ്ടതായിട്ടുള്ള ആ നരകാസുരൻ എന്ത് ചെയ്തു, വേഗം തന്നെ ഐരാവതത്തിന്റെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള മദജലം പൊട്ടി ഒഴുകുന്നതായിട്ട്. ഐരാവതത്തിന്റെ വംശത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്, 4 കൊമ്പ് പ്രത്യേകത അല്ലെ, 4 കൊമ്പുള്ള ആനകളെ അങ്ങനെ മദജലം പൊട്ടി ഒഴുകുന്നതായിട്ടുള്ള ആനകളുടെ അടമ്പടിയോടുകൂടി ഈ നരകാസുരന് ഗംഭീരമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറായി പറയാണ്. ദൃഷ്ട്വാസഭാര്യം ഗരുഡോ പരിസ്ഥിതം സൂര്യോ പരിഷ്ടാൽ സതടിഘനം യഥാ കൃഷ്ണം സ തസ്മൈ കൃഷ്ണം സ തസ്മൈ വ്യസൃജച്ഛതഘ്നീം യോധാശ്ച സർവേ യുഗപസ്മവിവ്യഥൂ. പിന്നെ ആ ആദ്യത്തിനും മുകളിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഉയർന്നുകൊണ്ട് മിന്നൽപ്പിണരുകളോടുകൂടി മേഘമെന്നോണം ഭഗവാൻ എന്ത് ചെയ്തു, ആ ഗരുഡന്റെ പുറത്തേക്ക് അങ്ങോട്ട് ഭാര്യാസമേതനായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ കണ്ട് നരകാസുരൻ ശ്രീകൃഷ്ണനെ ലാക്കാക്കിക്കൊണ്ട് ആ ഒരൊറ്റ അടിക്ക് 100 ആളുകളെ നിഗ്രഹിക്കുന്നതാകുന്നതായിട്ടുള്ള ആയുധം അവിടുന്ന് അങ്ങോട്ട് പ്രയോഗിച്ചു പറയുകയാണ്. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള സൈനികരൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് തന്നെ ആ കൃഷ്ണ സത്യഭാമയുടെ നേർക്ക് ഗംഭീരമായിട്ടുള്ള ശരവൽഷ്യം തന്നെ അവിടുന്ന് പൊഴിച്ചു. അങ്ങനെയുള്ള ഗതന്റെ ശ്രേഷ്ഠനായിട്ടുള്ള എവിടെയൊക്കെ പറയുന്നുണ്ട് ഗദാഗ്രജൻ അല്ലെ, ആ തൽഭൗമ സൈന്യം ഭഗവാൻ ഗദാഗ്രജോ വിചിത്രവാജേ നിശിതൈശിലീമുഖൈ. ആ ഗതന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഭഗവാനോ ഭംഗിയുള്ള തൂവലുകളാലെ കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള നല്ല മൂർച്ചയുള്ള അല്ലെ, കണ്ടാൽ എന്താണ്, എന്തൊരു ഭംഗിയാ ആ അസ്ത്രം കാണാൻ. അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴായിരിക്കും നല്ല മൂർച്ചയോടുകൂടി വന്ന് തൻ്റെ മാറത്തേക്ക് വന്ന് വീഴുന്നത്. ഇങ്ങനെ ആ മൂർച്ചയോട് കൂടിയിട്ടുള്ള അസ്ത്രങ്ങളൊക്കെ പൊഴിച്ചുകൊണ്ട് വലിയ താമസമൊന്നും ഉണ്ടായില്ല, ആ നരകാസുര സൈന്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കി അവിടെ. അങ്ങനെ കൈകൾ മുറിഞ്ഞും തുടകൾ മുറിഞ്ഞും കഴുത്ത് വേർപെട്ടും ഉടലുകൾ വേറെ ആയിക്കൊണ്ടുമൊക്കെ ധാരാളം സൈന്യങ്ങൾ പോരാ, അവിടെ കുതിരകള്, ആനകള്, ഇങ്ങനെയുള്ള സകല ജീവന്മാരും അവയവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു യുദ്ധക്കളമായിട്ട് മാറി അവിടെ. യാനി യോധൈ പ്രയുക്താനി ശസ്ത്രാസ്ത്രാണി ഗുരുദ്വഹ ഹരിസ്ഥാന്യച്ഛിനത്തീഷ്ണൈഹി ശരീരൈകൈക ശസ്ത്രിഭി. പിന്നെ ആ പരീക്ഷത്തിനോട് ശ്രീ ശുബ്രഹ്മർഷി പറയാണ്, എന്റെ പരീക്ഷത്തെ തന്റെ ചിറകിന്റെ അടിയിൽ അല്ലെ മത്തഗജങ്ങളെ പരക്കം പായിക്കുന്നതായിട്ടുള്ള ഗരുഡന്റെ പുറത്ത് ഇരുന്ന് വാണരുളുന്നതായിട്ടുള്ള ആ ഭഗവാൻ ശത്രുപക്ഷത്തെ ഭടന്മാർ പ്രയോഗിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളായിക്കോട്ടെ ശസ്ത്രങ്ങളായിക്കോട്ടെ തൻ്റെ മൂർച്ചയേറിയതായിട്ടുള്ള ശരങ്ങളെ കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് അതിനെയൊക്കെ നുറുക്കി നുറുക്കി നാമാവിശേഷമാക്കി പറയുകയാണ്. അങ്ങനെ ആ ചിറകടി കൊണ്ട്, അതായത് ഗരുഡൻ ഇങ്ങനെ ചിറകടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഭഗവാൻ മുകളില് കൃഷ്ണ സത്യഭാമയായിട്ടിരിക്കുന്നു. അങ്ങനെ ചിറകടി സഹിക്കാതെ ആനകളൊക്കെ എന്ത് ചെയ്യും, അവിടുത്തെ ആനകളൊക്കെ തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോ നരകാസുരൻ എന്ത് ചെയ്തു, നരകാസുരൻ പിന്നെ വേഗം ഇനിയിപ്പം സൈന്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു, ആനകൾ പോയി അല്ലെ, മതജലങ്ങൾ പൊട്ടിക്കൊണ്ടിരുന്നുള്ള ഐരാവതത്തെ പോലെ ആനകളാ, പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ഈ ഗരുഡന്റെ ഈ ചിറകടിയില് അവരൊക്കെ പമ്പ വിട്ടു. പിന്നെ നരകാസുരൻ തന്നെ ഭഗവാനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇരുന്നു. തൻ്റെ സൈന്യം ആ ഗരുഡന്റെ മർദ്ദനമേറ്റ് ഭയന്ന് ഓടിയത് കണ്ടതായിട്ടുള്ള ആ അസുരൻ വേഗം തന്നെ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലിരുന്ന വജ്രായുധം അവിടുന്ന് പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ആ
വജ്രായുധത്തെ അവിടുന്ന് പ്രയോഗിച്ചു. പക്ഷേ എങ്കിൽ പോലും എന്താണ്, അതിനെ പോലും ഭഗവാൻ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വേല് ആ ഗരുഡനെ കൊണ്ട് പ്രയോഗിപ്പിച്ചു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വേല് ആ എന്താണ്, നരകാസുരൻ തൻ്റെ കയ്യിലിരുന്ന വേല് വജ്രം കൊണ്ട് സാധിക്കാതെ വന്നപ്പം ഗരുഡന്റെ നേരെ വേല് പ്രയോഗിച്ചോടെ ഗരുഡൻ എന്ത് ചെയ്തു, ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ അത് നല്ലൊരു പൂമാലയായിട്ട് അതിനെ അങ്ങോട്ട് സ്വീകരിച്ച് നേരെ കഴുത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു എന്ന് പറയുകയാണ്. ഗരുഡന്റെ നേരെ വന്ന ആ വേല് അങ്ങനെ തൻ്റെ ഉദ്യമം മുഴുവൻ വിഫലമായി എന്ന് ആർക്ക് മനസ്സിലായി? നരകാസുരനെ മനസ്സിലാക്കിയതോടുകൂടി ഭഗവാനെ നിഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് വേഗം തന്നെ തൻ്റെ കയ്യിലുള്ള ശൂലം കയ്യിലെടുത്തു. ആ ശൂലം എടുത്തോ. മാലാഹത ഇവ ദ്വിപ ശൂലം ഭൗമോച്യുതം ഹന്തുമാദത്തെ വിദധോദ്യമ. ശൂലം കയ്യിലെടുത്ത് അത് എറിയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു, ആനപ്പുറത്തിരിക്കുന്നതായിട്ടുള്ള നരകാസുരനെ കുത്തി മുറിക്കുന്ന രീതിയിലുള്ള ആ തൻ്റെ മൂർച്ചയുള്ള സുദർശന ചക്രം അങ്ങോട്ട് വേഗം ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടതോടുകൂടി എന്തായി, നരകസ്യ ശിരോഹരി തദ്വിസർഗാൽ പൂർവമേവ നരകസ്യ ശിരോഹരി അപാഹരൽ ഗജസ്ഥസ്യ ചക്രേണ ക്ഷുരനേമിന. അങ്ങനെ ആ സുദർശന ചക്രത്തിന്റെ അരങ്ങളെ കൊണ്ട് ആ നരകാസുരന്റെ കഴുത്തറത്ത് നിഗ്രഹിച്ചു പറയാണ്. സകുണ്ടലം ചാരു കിരീടഭൂഷണം ബഭോ പൃഥിവ്യാം പതിതം സമുജ്വല്. എങ്ങനെയാ നരകാസുരന്റെ വരവ്? നല്ല കുണ്ടലങ്ങളൊക്കെ ധരിച്ച് ചാരു കിരീടങ്ങളൊക്കെ ധരിച്ചുകൊണ്ടുള്ള ആ ഭംഗിയുള്ള കിരീടം ധരിച്ചതും കുണ്ടലങ്ങളോടുകൂടിയതുമായിട്ടുള്ള ആ ശിരസ് നിലത്ത് വീണപ്പോഴേക്കും എന്തെന്നില്ലാത്ത ശോഭ കൊണ്ട് ജ്വലിച്ചു പറയാണ്. എന്ത്, ആ നരകാസുരൻ അവിടെ വീണതോടുകൂടി ഇങ്ങനെ. കാരണം എന്താണ്, ഭഗവാന്റെ തന്നെ അംശമാണ് അല്ലെ, വരാഹമൂർത്തിയുടെ പുത്രനായിട്ട് ജനിച്ചതാണ് നരകാസുരൻ അല്ലെ. എന്തായാലും വേഗം തന്നെ എന്ത് ചെയ്തു, അവിടുന്ന് തൻ്റെ ആ നരകാസുരന്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഹാഹേതി സാധിത്യ ദൃശയ സുരേശ്വര മാല്യേർമുകുന്ദം വികിരന്തീടിരെ ഹാഹാന്ന് ഒക്കെ വിലപിച്ചുകൊണ്ട് ഋഷീശ്വരന്മാര് നന്നായിട്ട് അനുമോദിച്ചുകൊണ്ടും ദേവന്മാരതാ ആ ഭഗവാനെ പൂമാലകള് അല്ലെങ്കിൽ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ട് ആ നരകാസുരനെ നിഗ്രഹിച്ച സന്തോഷം അവിടെ ഒരു മംഗള അന്തരീക്ഷമാക്കി മാറ്റി എന്ന് പറയാണ്. ഇങ്ങനെ നരകാസുരനെ നിഗ്രഹിച്ചത് പറയുന്നുണ്ട് കാർത്തിക മാസത്തിലെ കൃഷ്ണ ചതുർദശി നാളാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ നരകാസുരനെ നിഗ്രഹിച്ച ആ ദിവസം നരക ചതുർദശി ആണെന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ചതുർദശി, നരക ചതുർദശി. അതിന് വേറൊരു ഭാഷയുണ്ട്. അതിലൂടെയാണ് നമ്മളൊക്കെ എന്താണ് ദീപാവലിഭി അല്ലെ. ആവലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടം. ദീപാവലി എന്ന് പറഞ്ഞാലോ അല്ലെ, നക്ഷത്രത്തിന്റെ കൂട്ടം എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ദീപങ്ങളുടെ കൂട്ടം. എന്തേ ദീപങ്ങളുടെ കൂട്ടം? ഇങ്ങനെയുള്ള ഒരു അസുര രാജാവിനെ അല്ലെ എല്ലാം കൊണ്ടും ഈ നരകാസുരന്റെ ദുർഭരണം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ശമ്പരാസുരന്റെ കഥ കേട്ടതുപോലെ ഈ അസുരന്മാർ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന എന്താണ്? കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാത്ത സാധനങ്ങൾ മാത്രം ചോദിക്കും. എന്താ പറ്റാത്ത കാര്യങ്ങൾ? ഒരു കാര്യമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പറ്റാത്തത്. എന്താണ്? മരണമില്ലാത്തൊരവസ്ഥ അല്ലെ. അതുകൊണ്ട് നരകാസുരനും അന്ന് ആവശ്യപ്പെട്ടത് അതാണ്, എനിക്ക് മരണം ഉണ്ടാകരുത്. മരണം ഉണ്ടാകുകയാണെങ്കിൽ അത് അമ്മ പറയണം. ഏതെങ്കിലും ഒരു അമ്മ പറയുമോ തന്റെ മക്കൾ മരിക്കണേന്ന് ഏതെങ്കിലും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ ഈ ഹിരണ്യകശിപു എങ്ങനെയാണോ തന്റെ മരണ വഴികളെയൊക്കെ അടച്ചത്, അതേപോലെ തന്നെയാണ് നരകാസുരനും അന്ന് വരം മേടിച്ചത്. തന്റെ അമ്മ പറഞ്ഞാൽ മാത്രമേ തന്നെ കൊല്ലുകയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ എന്ത് ചെയ്തു? സത്യഭാമയെ കൂടെ കൂട്ടി അല്ലെ. ആരായി സത്യഭാമ? ശരിക്ക് സത്യഭാമ ഭൂമിദേവി തന്നെ, ഭൂമിദേവിയുടെ അവതാരമാണ് സത്യഭാമ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ആ സത്യഭാമയുടെ നിർദ്ദേശത്തോടുകൂടി ഭഗവാനെ നിഗ്രഹിക്കാം എന്ന് വിചാരിച്ചാണ് സത്യഭാമയെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്തായാലും അവിടെ ആ ഋഷീശ്വരന്മാരൊക്കെ നന്നായിട്ട് അനുമോദിച്ചു അവിടെ ആ ഒരു കാര്യത്തിന്. അപ്പം നരകനെ നിഗ്രഹിച്ചതിലുള്ള സന്തോഷത്തോടുകൂടി ആ ദിവസം മുഴുവൻ ആഘോഷിക്കുകയാണ്. ഏത്? ദീപാവലി. നമ്മുടെ കേരളത്തിലും ഉണ്ട് കുറേശ്ശെയൊക്കെ, എങ്കിൽ പോലും നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗംഭീരമാണ് ദീപാവലിക്ക്. സ്വീറ്റ്സ് ധാരാളം കഴിക്കുക, ധാരാളം വിളക്കുകൾ കത്തിക്കുക, ഇങ്ങനെ ഉള്ള രീതിയിൽ ആ കാർത്തിക കൃഷ്ണ ചതുർദശി എന്ന് പറയും. അതെ, കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നാളാണ് യഥാർത്ഥത്തില്. കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നാളില് ആണ് ആ ദീപാവലി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പം
അങ്ങനെ ആ നരകത്തെ ഭയന്നിട്ടെന്ന ഉള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ആ നരകാസുരനെ ഭയന്നിട്ടെന്നുള്ള രീതിയിലാണ് ഇതാ ഇത്രയും കാലം അവർ കഴിഞ്ഞെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനം കിട്ടിയതോടുകൂടി ദീപങ്ങളൊക്കെ തെളിയിച്ചു എന്ന് പറയും. അങ്ങനെ ദീപാവലിയും നരകാസുരവധവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അതിലൂടെ അനുമാനിക്കാം. ഇതൊന്നും ഭാഗവത്തിലുള്ള കഥയല്ല കേട്ടോ, ഇതിനോട് ചേർത്ത് പറയുന്നു എന്ന് മാത്രം. ഒരു ചേർന്ന ഒരു വിശ്വാസത്തെ കുറിച്ച് അവിടെ പറയുന്നു. പിന്നെയോ തതശ്ച ഭൂകൃഷ്ണമുപേത്യ കുണ്ടലേ പ്രതപ്തജം ജാംബൂ നദരത്ന ഭാസ്വരേ സവൈജയന്ത്യാവനമാലയാർപ്പയൽ പ്രാചേസം ക്ഷത്രമഥോ മഹാമണി. വേഗം തന്നെ ആ നരകാസുരൻ മരിച്ചവിടെ വീണതോടുകൂടി എന്തായി, വേഗം അമ്മയായിട്ടുള്ള ഭൂമിദേവി വേഗം ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. അവിടെ ഉരുക്കി ശുദ്ധീകരിച്ചതായിട്ടുള്ള ആ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള കുണ്ടലങ്ങള്, പോരാ വൈജയന്തി തുടങ്ങിയതായിട്ടുള്ള ആ വനമാല, ഇതൊക്കെ ആ വരുണന്റെ വെൺകൊറ്റക്കൊട, പിന്നെയോ ആ എന്താണ് ഇതിന്റെ പർവ്വതത്തിന്റെ മന്ദിരത്തിന്റെ ശിഖരമായിട്ടുള്ള ആ മഹാരത്നവും ഒക്കെ എന്ത് ചെയ്തു, ഭഗവാന്റെ മുമ്പിൽ വെച്ച് അവിടുന്ന് നമസ്കരിച്ചു. അപ്പം യഥാർത്ഥത്തില് ഈ സത്യഭാമ എന്നുള്ളത് അല്ലെ ആ ഭൂമിദേവിയുടെ അംശമാണ് എന്ന് നമുക്ക് അവിടെ കാണിച്ചു തരികയാണ്, പറയുകയാണ്. അപ്പം ആ സത്യഭാമ രൂപഭേദം വരുത്തി ഭൂമിദേവി തന്നെയായിട്ട് സമീപിച്ചു എന്നാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് അനുമാനിക്കാം. ഈ സത്യഭാമ തന്നെയാണോ ഭഗവാന്റെ അടുത്തേക്ക് വന്നത് എന്നുള്ളത് അല്ലെ. എന്തായാലും ആ വിശിഷ്ടമായിട്ടുള്ള വസ്തുക്കൾ മുഴുവൻ എന്തായി ഭഗവാന്റെ അടുത്തേക്ക് കൊടുത്തു എന്ന് പറയാണ്. ജാംബൂനദം എന്നാണ് അവിടെ പറയുന്നത്. ജാംബൂനദം എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാര് പഞ്ചമസ്കന്ധത്തിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും അല്ലെ. എന്താണ്, ദേവന്മാര് ആഭരണങ്ങളായിട്ട് ആ ഗംഗയിൽ നിന്ന് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ആ ജാംബൂനദം എന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള ആ ഒരു സ്വർണം കൊണ്ടാണ് ദേവന്മാര് ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറയും. എന്തായാലും പിന്നീട് അസ്തൗഷീദധ വിശ്വേഷം ദേവീ ദേവമരാർച്ചിതം പ്രാഞ്ജലി പ്രണതാരാജൻ ഭക്തി പ്രവണയാധിയാ. പിന്നെ അവിടുന്ന് ആ ഭൂമിദേവി കയ്യോടെ ഭഗവാന്റെ പാദങ്ങളിൽ ഗംഭീരമായിട്ട്, ആരാ സത്യഭാമ എന്ന് വേണേ പറയാം അല്ലെ, ഗംഭീരമായിട്ട് അവിടുന്ന് അങ്ങ് സ്തുതിക്കുന്നു. എന്താ സ്തുതി? ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് ആ ഭൂമിദേവിയുടെ. നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേ ക്ഷോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. നമുക്കിതിനു മുമ്പ് നല്ലൊരു സ്തുതി കേട്ടിട്ടുണ്ട് കുന്തിദേവിയുടെ. അതേപോലെ തന്നെ എങ്ങനെയാണ് ഭഗവാനെ നമസ്കരിക്കേണ്ടതെന്ന് ഭൂമിദേവിക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് ആ വസുദേവനും വിഷ്ണുവും ഭഗവാനുമായിട്ടുള്ള ഇന്ദ്രവേടിയുടെ പാദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. പോരാ, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ കാരണമായിട്ടുള്ള വിരാട് പുരുഷൻ അല്ലെ, അവിടെ വിരാട് പുരുഷൻ പരമാത്മാവായിട്ടുള്ള ആ ഭഗവാനെ, എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള പരമജ്ഞാനിയായിട്ടുള്ള നിന്തിരുവടിയെ ഞാനിതാ നമസ്കരിക്കുന്നു. പോരാ, പിന്നെന്താണ്, നമസ്തേ നമഃ പങ്കജനാഭായ അല്ലെ, എവിടെയാണ് നാഭിയില് പങ്കജമുള്ള ആള്. പിന്നെയോ പോരാ, താമരമാല അണിഞ്ഞിട്ടുള്ള ആള്, താമര കണ്ണനായിട്ടുള്ള ആള്, താമരയിൽ നിന്നും ജനിച്ചിട്ടുള്ള ആള്, പങ്കജാഘ്രയേ അല്ലെ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു. പിന്നെ പറയുന്നു അജായ ജനയിത്രേസ്യ ബ്രഹ്മണേ നന്ദശക്രയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. എല്ലാത്തിനും കാര്യകാരണ സ്വരൂപനും എല്ലാവരുടെയും ഉള്ളില് അന്തര്യാമിയായിട്ട് വർത്തിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു ശക്തി ആയിക്കൊണ്ട് പരമാത്മാവ് എന്നുള്ള രീതിയിൽ അല്ലെ, പരമാത്മൻ നമോസ്തുതേ, ഞാനിതാ നമസ്കരിക്കുന്നു. ത്വം വൈസി സൃക്ഷുരജ ഉൽക്കടം പ്രഭോ തമോ നിരോധായ ബിഭർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗതോ ജഗൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പരാ. ഈ പ്രപഞ്ചത്തിൽ തന്നെ എന്തൊക്കെയാണോ സൃഷ്ടിക്കുന്നത് അല്ലെ, സൃഷ്ടി ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ എന്തായി, അങ്ങ് തന്നെ ബ്രഹ്മാവായിട്ട് അവിടെ അവതരിക്കുന്നു. എന്നിട്ടോ ആ ബ്രഹ്മാവിന് മോഹം അങ്ങ് തന്നെ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിനെ കൊണ്ട് തപസ് ചെയ്യിക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇതൊക്കെ ആരാ? അങ്ങ് തന്നെയല്ലേ എല്ലാ പ്രവൃത്തിയും ഇവിടെ ചെയ്യുന്നത് അല്ലെ. അപ്പം അങ്ങ് രജോ ഗുണത്തെ അവലംബിച്ചുകൊണ്ട് സൃഷ്ടി കാര്യത്തിനും, പിന്നെയോ തമോ ഗുണത്തെ അവലംബിച്ചുകൊണ്ട് സംഹാര കാര്യത്തിനും, പിന്നെ ആ സത്വഗുണത്തെ അവലംബിച്ചുകൊണ്ട് എന്താണ് ആ സ്ഥിതി കാരണത്തിനും ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ 3 ഗുണങ്ങളെയും ഒക്കെ അവിടെ നിന്ന് അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങനെ ആ ഗുണങ്ങളോട് ഒക്കെ അങ്ങ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും എന്താണ്, അതിനോടൊന്നും ഒരൊട്ടലും ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് പറയാണ്.
ഒന്നും ചേരുന്നില്ല ഒരിക്കലും, അല്ലെ? അപ്പം അങ്ങനെ വരുമ്പോ എന്തായി? സ്ഥാനായ സത്വം ജഗതോ ജഗൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പര. കാലം അങ്ങ് തന്നെയാണ് എന്ന് പറയാണ്. നോക്കൂ, നമ്മൾ ഇപ്പൊ എന്താ ജ്വരസ്തുതിയിൽ നമ്മൾ ചൊല്ലിയതാണ്, കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ. ഈശ്വരൻ ആരാണ് ശരിക്കും? കാലം, അല്ലെ? കാലം ഈശ്വരനാണെന്നുള്ളത് മനസ്സിലാക്കി. ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? മോഡേൺ യുഗത്തെ അങ്ങോട്ട് പുച്ഛിച്ചുകൊണ്ട്, അല്ലെ, നമ്മളൊക്കെ നമ്മൾ നോക്കും അല്ലെ? ഇത് ആരുടെ കുറ്റ ഈ മോഡേൺ യുഗം വന്നത്? ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നത് ആരുടെ കുറ്റാണ്? പ്രകൃതിക്ക് മാറ്റം വന്ന ആരുടെ കുറ്റാണ്? ആരുടെ കുറ്റ? നമ്മളാണോ അതിന് കാരണം? അല്ലെ? നമ്മളുടെ ശരീരത്തിന് മാറ്റം വരുന്ന ആരുടെ കുറ്റാണ്? അപ്പം ഇതെല്ലാത്തിൻ്റെയും കാരണം കാലമാണെങ്കിൽ ആ കാലം ഈശ്വരനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. അങ്ങനെ ഈശ്വരനായിട്ട് കാലത്തെ അംഗീകരിക്കാൻ സാധിച്ചാൽ ഈ മിക്സിയും അല്ലെങ്കിൽ ഈ പുതിയതായിട്ടുള്ള എന്താണ് ക്യാമറയും അല്ലെങ്കിൽ മൊബൈലും ഇതൊക്കെ വേണ്ട, ചീത്തയാന്ന് പറയുമോ ആരെങ്കിലും? ആരെങ്കിലും പറയോ? അതൊക്കെ എന്തേ അംഗീകരിച്ചു കൂടാത്തത്? എന്തേ അംഗീകരിച്ചുകൂടാ? ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം. എപ്പോഴാണ്? ഇതിനൊക്കെ മാറ്റങ്ങൾക്ക് കാരണം കാലമാണ്. ആ കാലപ്രധാനം പുരുഷോ ഭവൻ പരാപം. കാലവും അങ്ങ് തന്നെ, പ്രകൃതിയും പുരുഷനും അങ്ങ് തന്നെ, അങ്ങല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. അവയ്ക്കെല്ലാം ഉപരിയായിക്കൊണ്ട് എന്താണ്? ഭവാൻ പരഹ, പുരുഷോ ഭവാൻ പര എന്ന് പറഞ്ഞാലോ എല്ലാത്തിനും പരമായിക്കൊണ്ട് ബ്രഹ്മമായിട്ട് അങ്ങ് തന്നെയാണ് എന്ന് പറയാണ്. അപ്പം യഥാർത്ഥത്തില് ഈ ഭൂമിദേവിയുടെ സ്തുതിയില് പലതരത്തിലുള്ള അവതാരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അവതാരങ്ങളുടെ വേറൊരു സ്വഭാവത്തെ ഇവിടെ പ്രകടമാക്കുകയാണ്. ശരിക്ക് അംശം, കലാവതാരം തുടങ്ങിയതായിട്ടുള്ള അതൊക്കെ ആദ്യം തന്നെ അവിടെ നിന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് പുരുഷായ ആദിബീജായ, അല്ലെ? എന്താണ് പുരുഷായ ആദിബീജ? വിരാട് സ്വരൂപം, അല്ലെ? ആ വിരാട് പുരുഷന്റെ പുരുഷാവതാരത്തെ കൊണ്ട് പിന്നീട് ഗുണാവതാരങ്ങളെ കുറിച്ച്. ഏതാ ഗുണാവതാരങ്ങള്? ത്രിമൂർത്തികള്, അല്ലെ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അവതാരങ്ങള് പോരാ. അതിനുശേഷം പിന്നീട് രാമനും കൃഷ്ണനും മത്സ്യവും വരാഹവും, അല്ലെ, തുടങ്ങിയതായിട്ടുള്ള ലീലാവതാരങ്ങൾ. ഇതൊക്കെ ലീല ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അവതാരങ്ങള്. പിന്നെയോ പിന്നെ യജ്ഞം, അജിതൻ തുടങ്ങിയതായിട്ടുള്ള അതൊക്കെ എന്താണ്? ഈ യജ്ഞനും അജിതനും ഒക്കെയാണ് യഥാർത്ഥത്തില് മന്വന്തരാവതാരങ്ങൾ എന്ന് പറയുന്നത്. എന്താ ഈ മന്വന്തരം എന്ന് പറഞ്ഞാൽ? കാലം, കാലം തന്നെ. ആ കാലത്തെയാണ് മന്വന്തരം എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ മന്വന്തരത്തില് ഉണ്ടാകുന്നതാണ് യജ്ഞനായിട്ടും അജിതനായിട്ടും കൂർമ്മമായിട്ടും ഒക്കെ ഭഗവാൻ അവിടെ അവതരിക്കുന്ന ആ മന്വന്തരാവതാരങ്ങള്. ഇങ്ങനെ ആ പ്രതിമകളിലെ സാന്നിധ്യമായിക്കൊണ്ട് പിന്നീട് കലികാലത്തും ഒത്തിരി അവതാരങ്ങൾ വന്നു. എങ്ങനെയാ അവതാരങ്ങൾ വന്നത്? എങ്ങനെയാ? ഓടി നടക്കുന്ന കൃഷ്ണൻ, അല്ലെ? മയിൽപ്പീലി പിടിച്ച് നടക്കുന്ന കൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അല്ലെ? പശുവിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷ്ണൻ. ഇങ്ങനെ പലതരത്തിലുള്ള വിഗ്രഹങ്ങളില് എങ്ങനെ വന്നു? അതെങ്ങനെ വരുന്നത്? അതിനെന്താ പറയുന്നത്? അർച്ചാവതാരം. അതിന് പറയുന്ന അർച്ചാവതാരം എന്നാ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം, മന്വന്തരാവതാരം, അർച്ചാവതാരം, ഇങ്ങനെ പലതരത്തിലുള്ള വിഭജനത്തോടുകൂടി ഭഗവാൻ അവിടവിടങ്ങളായിട്ട് നമ്മളെ കാണിച്ചു തരുന്നു. നോക്കൂ, ഇതൊക്കെ ആരാ സ്തുതിക്കുന്നത്? ആരാ സ്തുതിക്കുന്നത്? ഭൂമിദേവിയാണ് സ്തുതിക്കുന്നത്. ഭൂമിദേവി ഇതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകള് ആടുന്നതായിട്ടുള്ള ഓരോ അവതാരങ്ങളെയും എടുത്ത് അവൾ പറഞ്ഞുകൊണ്ട് അവിടെ സ്തുതിക്കുന്നു. അഹംപയോ ജ്യോതിരഥാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി. പിന്നെ ആകാശാദി പഞ്ചഭൂതങ്ങളെയും ശബ്ദാദി തന്മാത്രകളെയും പിന്നെയോ അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സും അവയുടെ അധിഷ്ഠാന ദേവതകളും അഹങ്കാരം, പിന്നെ മഹത്തത്വം തുടങ്ങിയതായിട്ടുള്ള പോരാ സർവചരാചരങ്ങളും അദ്വിതീയനായിട്ടുള്ള അങ്ങയിൽ നിന്ന് ഒരിക്കലും ഭിന്നമാകുന്നില്ല. അങ്ങയുടെ അംശമാണ് ജീവൻ എന്നുള്ള രീതിയിൽ സകല ചരാചരങ്ങളുടെ ഉള്ളിലും ശക്തിയായിക്കൊണ്ട് നിൽക്കുന്നു. അത് ബാക്കിയൊക്കെ എന്താണ്? നമുക്ക് മറ്റതൊക്കെ ശരിക്കും പറഞ്ഞാല് അവിടെ എന്താണ്? വെറും തോന്നല് മാത്രമാണ് എന്ന് പറയുകയാണ് അവിടെ. ബാക്കിയുള്ളതൊക്കെ ഇതാണ് സത്യം എന്നിങ്ങനെ തോന്നിപ്പിക്കുക നമ്മള്. തൽപാലയൈനം കുരുഹസ്ത പങ്കജം ശിരസ്യ മൂഷ്യാഖില കൽമഷാപഹം. അപ്പം ഈ സമസ്ത ദോഷങ്ങളെയും എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കുന്ന, ദൂരീകരിക്കുന്ന അവിടുത്തെ തേഘ്രിപത്മം, അല്ലെ, നോസേവേരൻ യാവത് ആശാനുബദ്ധാഹ എന്ന് ശിവജ്വരങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിദേവിയും ഇവിടെ പറയാണ് അവിടുത്തെ ആ തൃപ്പാദങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് ശിരസ്യാമൂഷ്യാം അഖില കൽമഷാപഹം കുരു ഹസ്തപങ്കജം, ആ തൃക്കരങ്ങളെയും
അതുപോലെ തന്നെ ആ ഭഗവാൻ എന്ത് ചെയ്യണം? ശിരസ്യമൂഷ്യ അഖില കൽമഷാപകം, അങ്ങയുടെ ആ തൃക്കരങ്ങളുടെ ആ ശിരസിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോഴേക്കും എല്ലാ ദുഃഖങ്ങളെയും ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് എല്ലാത്തിനും പരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു. അങ്ങനെയെല്ലാം സ്തുതിച്ചുകൊണ്ട് നേരെ നരകാസുരന്റെ പുത്രനായിട്ടുള്ള ഭഗദത്തനെ നേരെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആ ഭഗവാനോടായിട്ട് അപേക്ഷിക്കുകയാണ്. അവിടെ എന്താണ് പറയുന്നത്? അവിടെ ഭീതപ്രപന്നാർത്തിഹരോപസാദിത തൽപാലയൈനം കുരുഹസ്തപങ്കജം ശിരസ്യമൂഷ്യ അഖില കൽമഷാപഹം. നരകാസുരന്റെ പുത്രനാണ് ഈ ഭഗദത്തൻ. അങ്ങയുടെ ആ ശ്രീപാദപത്മങ്ങളെ ആശ്രയിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ ഉണ്ണിയെ നേരെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. കേട്ടോ, അയാള് നേരെ പെടന്ന് ആ ഭയന്ന് ഇരിക്കുകയാണ്. സർവ പാപത്തിനും ഹരമായിട്ടുള്ള അങ്ങയുടെ ആ തൃക്കരങ്ങളെ എൻ്റെ ഉണ്ണിയുടെ ശിരസിൽ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കണേന്ന് ഒന്ന് അപേക്ഷിക്കുന്നു. അവിടെ നേരെ ആ ശ്രീശൂബ്രഹ്മർഷി പറഞ്ഞു, ഇതി ഭൂമ്യാർത്ഥിതേ വാഗ്ഭിർ ഭഗവാൻ ഭക്തി നമ്രയ ദത്വാഭയം ഭൗമഗൃഹം പ്രാവിശൽ സകലർദ്ധിമൽ. ഭക്തി ഭാരത്തെ കൊണ്ട് തലകുനിഞ്ഞതായിട്ടുള്ള ഭൂമിദേവി ആലോചിച്ച് നോക്കൂ. നമ്മളുടെയൊക്കെ തലകുനിയുന്നത് എപ്പോഴാ? ഭാരം കൊണ്ടാണ്. അങ്ങനെയല്ല, ഭൂമിദേവിക്ക് എല്ലാം കൊണ്ടും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്ര കണ്ട് അല്ലെ, നമ്മൾ പറയാറില്ലേ, ഭൂമിയെ കുറിച്ചല്ലേ പറയുന്നത്, ക്ഷമയുടെ ഉദാഹരണമായിട്ട് ക്ഷമയാ അല്ലെ, നമ്മുടെ ആചാര്യമൊഴി അത് തന്നെ എഴുതുന്നത്, ക്ഷമയാ ധരിത്രി. നമുക്ക് എപ്പോഴാണോ എല്ലാത്തിനെയും കണ്ട് ക്ഷമിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ തലകുനിഞ്ഞതായിട്ടുള്ള ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം എന്ത് ചെയ്തു? ആ പുത്രനായിട്ടുള്ള ഭഗദത്തനെ വേഗം തന്നെ ഭഗവാൻ തൻ്റെ കൈകളെ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിച്ചു. സമ്പൽ സമൃദ്ധിയുള്ള ആ നരകാസുരന്റെ കൊട്ടാരത്തിന് ഉള്ളിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ധാരാളം സ്ത്രീകൾ കിടന്നിങ്ങനെ കരയുന്നു. എന്താണ്? തത്ര രാജന്യകന്യാനാം ഷഡ്സഹസ്രാധികായുതം ഭൗമാകൃതാനാം വിക്രമ്യത് രാജഭ്യോ ദൃശേ ഹരി. ഇവിടെയും ആ വേദവ്യാസ മഹർഷി നല്ല രസമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഷഡ്സഹസ്രാധികായുധം എന്നാണ് അവർ പറയുന്നത് അല്ലെ. 10,008 അല്ലെ, 16,000 ഷഡ്സഹസ്രാധികായുധം അല്ലെ. അപ്പൊ 16,100 കന്യകമാരെ ആ അന്തഃപുരത്തില് കണ്ടെത്തി എന്ന് പറയാണ്. എന്തായാലും അവര് വേഗം വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയാണ്. അവിടെ തം പ്രവിഷ്ടം ത്രിയോ വീക്ഷ്യ നരവീരം വിമോഹിതാഹ മനസാവൃരേഭീഷ്ടം പതിം ദൈവോപസാദിതം. ഈശ്വരാധീനത്തില് അന്തഃപുരത്തിലേക്ക് എത്തപ്പെട്ടതായിട്ടുള്ള ആ മനസ്സിന് ഇണങ്ങിയതായിട്ടുള്ള ഒരു പുരുഷനെ അവർ ഇത്രയും കാലം അവര് ഭജിച്ചിരുന്നതായിട്ടുള്ള സകല ചരാചരങ്ങളെയും ഇന്ന് നിലനിർത്തിക്കൊണ്ടു പോകുന്ന യഥാർത്ഥത്തിൽ ആരാണോ രക്ഷിക്കാൻ കഴിവുള്ള ആ പരമേശ്വരനെ, സർവേശ്വരനെ നേരെ മുമ്പിൽ കണ്ടപ്പോഴേക്കും ആ പുരുഷശ്രേഷ്ഠനെ കണ്ടുകൊണ്ട് ആ കന്യകാരത്നന്മാർ മുഴുവൻ എന്താണ്? ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. അവര് മനസ്സുകൊണ്ട് അങ്ങോട്ട് അവര് ഭഗവാനെ തന്നെ ഭർത്താവായിക്കൊണ്ട് അവര് അപ്പോഴേ അവിടെ നിന്ന് തീരുമാനിച്ചു, വരിച്ചു എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹം ഭർത്താവായിട്ട് വരണേന്ന് ഉള്ള രീതിയിൽ അവർ ഓരോരുത്തരും ആ ഒരു സങ്കല്പത്തോടുകൂടി ആ ഭഗവാന്റെ പാദങ്ങളിൽ അവരുടെ മനസ്സ് മുഴുവൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചു എന്ന് പറയും. ഇവിടെ പറയുന്നു നോക്കൂ, ഇതി സർവാപൃഥക് കൃഷ്ണേ ഭാവേന ഹൃദയം മധു. നോക്കൂ, മധു പോലെ ഹൃദയമാകുന്ന, എപ്പോഴാണ് ഈ ഭഗവാന് അർപ്പിക്കാൻ സാധിക്കുന്നത്? ഒരു ലവലേശം പോലും മാലിന്യങ്ങളില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഹൃദയം മുഴുവൻ അല്ലെ ഭഗവാനായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചു എന്ന് പറയാണ്. ആ സ്ത്രീകള് വേഗം തന്നെ എന്ത് ചെയ്തു? അവരെല്ലാം വേഗം തന്നെ ഭഗവാൻ പോയി അവരെ സ്നാനം ചെയ്യിപ്പിച്ച് താപ്രാഹിണോ ദ്വാരവതീം സമൃഷ്ട വിരജാംബരാഹ നരയാനീർ മഹാകോശാൻ രഥാശ്വാൻ ദ്രവിണം മഹൽ. വേഗം തന്നെ അവരോട് എല്ലാവരെയും കുളിപ്പിച്ച് ഭംഗിയാക്കി വിശേഷപ്പെട്ടതായിട്ടുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ അണിയിച്ചുകൊണ്ട് വൻപിച്ചതായിട്ടുള്ള നിക്ഷേപങ്ങളോടും സമ്പത്തോടും രഥങ്ങള്, കുതിരകള് പോരാ അതിൻ്റെയൊക്കെ അകമ്പടികളോടുകൂടി പല്ലക്കുകളിൽ എത്തിക്കൊണ്ട് ദ്വാരകയിലേക്ക് അയച്ചു പറയുകയാണ് അവിടെ. എന്നിട്ടോ
അവിടെ പിന്നെ കണ്ടു അവിടെ ഐരാവതത്തിന്റെ വംശത്തിൽപ്പെട്ടതായിട്ടുള്ള നല്ല ബലമുള്ള അല്ലെ 4 കൊമ്പുകളോട് കൂടിയിട്ടുള്ള മതജലങ്ങൾ പൊട്ടിയൊഴിക്കുന്നതായിട്ടുള്ള വെളുത്ത നിറത്തിലുള്ള 64 കൊമ്പന്മാര് അവിടെ പറയുന്നുണ്ട്. അവിടെ ഐരാവത കുലേം ഭാഷ ചതുർദന്താംസ്തരസ്വിന 4 ദന്തങ്ങളുള്ള പാണ്ഡുരാംശ്ച ചതുഷ്ഷഷ്ടിയും 64 കൊമ്പൻ ആനകളെ അവരുടെ അകമ്പടിയായിക്കൊണ്ട് അപ്പൊ നോക്കൂ, ആലോചിച്ച് നോക്കൂ, എത്ര ഭാഗ്യ കൊടുത്തത് അല്ലെ. അവരുടെ ആ മഹത്വം എന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ആ ഒരു ഹൃദയം, എങ്ങനെയുള്ള ഹൃദയം സമർപ്പിച്ചു? ഹൃദയം മധു, അത്ര മാധുര്യമായിട്ടുള്ള യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്ത ഹൃദയം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ഭഗവാൻ എന്താണ്? നമേ ഭക്ത പ്രണശ്യതി അമാനി മാനദോ മന്യോ ലോകസ്വാമി എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞ പോലെ ഭക്തന്മാരെ എന്തെന്നില്ലാതെ ഭഗവാൻ അവരെയൊക്കെ എഴുന്നള്ളിക്കുന്ന രംഗമാണ് 36, 37 ശ്ലോകങ്ങളിലൂടെ കാണിച്ചു തരുന്നത്. എന്തായാലും വേഗം തന്നെ എന്ത് ചെയ്തു? സുരേന്ദ്ര ഭവനത്തിലെത്തി, അമരാവതിയിലെത്തി. അവിടെ ഗത്വാ സുരേന്ദ്ര ഭവനം ദത്വാദിത്യൈജ കുണ്ടലേ പൂജിത സ്ത്രിദശേന്ദ്രേണ സഹേന്ദ്രാണ്യാ സജപ്രിയ. പിന്നെ ഇവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നേരെ സത്യഭാമയോടുകൂടി നേരെ അമരാവതിയിലേക്ക് സ്വർഗത്തിൽ ചെന്നു. അവിടെ ചെന്ന് ഭഗവാൻ എന്തൊക്കെയാണോ ദേവേന്ദ്രൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള അതെല്ലാം വേണ്ട പോലെ ഇതെല്ലാം അവിടെ അങ്ങ് കൊടുത്തു. സ്ഥാപിത സത്യഭാമായ ഗൃഹോദ്യാനോപശോഭനാന്വകൂർ ഭൂമരാ സ്വർഗ തൽഗന്ധാസഫലം പട്ടാഹ. പിന്നെ അവിടെ ആ സത്യഭാമ എന്താണ്, അവിടുത്തെ ആ പാരിജാതത്തിന്റെ ഗന്ധം പോരാ, ഈ ഗന്ധം കൊണ്ട് എന്താണ്, വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ട് ആ ഭഗവാന്റെ നാമം ജപിക്കുന്നത് കേട്ടപ്പോൾ സത്യഭാമയ്ക്ക് എന്തെന്നില്ലാത്തൊരു ആഗ്രഹം. കാരണം എന്താണ്? രാവിലെ നാമം ജപം കേൾക്കാമല്ലോ. ഹേയ് അല്ലെ, എന്ത് ഭഗവാന്റെ നാമം ജപിക്കുന്നത് രാവിലെ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ പാരിജാതം വേരോടുകൂടി അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഭഗവാൻ വിളിച്ചു, അത്ര ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ എന്നുള്ള രീതിയിൽ ആ സത്യഭാമ അത് എടുത്തു കൊണ്ടുപോയി തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അല്ലെ. അത് വേണ്ട പോലെ നട്ടുപിടിപ്പിച്ചു അല്ലെ. പാരിജാതാലങ്കൃതമായിട്ടുള്ള ആ ഉദ്യാനത്തിലെ ശോഭ കണ്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് അല്ലെ. പിന്നെന്തായി? അവിടെ ഈ സ്വർഗത്തിലുണ്ടായ വണ്ടുകൾ മുഴുവൻ ഇപ്പൊ എങ്ങോട്ടായി? നേരതാ ആ സത്യഭാമയുടെ കൊട്ടാരത്തിലേക്കായി. അവിടെ അങ്ങനെ ആ ഉദ്യാനത്തിന്റെ ശോഭ കണ്ടുകൊണ്ട് പുഷ്പത്തിന്റെ മധു ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് വെമ്പലോടുകൂടി സ്വർഗത്തിൽ നിന്ന് വണ്ടുകളൊക്കെ നേരെ ദ്വാരകയിലേക്ക് എത്തി എന്ന് പറയണ്ട. അന്വകൂർ ഭ്രമരാ സ്വർഗാൽ തൽഗന്ധാസഫലം പട്ടാഹ. നോക്കൂ, പാരിജാതം പോയതോടുകൂടി വണ്ടുകളൊക്കെ സ്വർഗത്തിൽ നിന്നിപ്പം ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാണ്. എന്തായാലും പിന്നീട് ആ ദ്വാരക പണിത സമയത്ത് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ സഭ, ഗംഭീരമായിട്ടുള്ളൊരു സഭ, സുധർമ്മ എന്നുള്ളൊരു സഭയും അതുപോലെ തന്നെ ഈ പാരിജാതവും ശരിക്കും പാരിതോഷികമായിട്ട് കാഴ്ചവെച്ചു എന്ന് പറയാറുണ്ട് സാധാരണ. ഈ പാരിജാതം അങ്ങനെയാണ് ഭഗവാൻ ഈ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ മറ്റ് ഇതര പുരാണങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ദ്രനും പത്നിയും കൂടി ആ ഭഗവാനെയും സത്യഭാമയെയും ഒക്കെ വേണ്ട പോലെ വന്ന് അവിടുന്ന് കണ്ട് ആദരിച്ച് അവർക്ക് ഈ പാരിജാത പുഷ്പത്തെയൊക്കെ ആ സത്യഭാമയ്ക്ക് കൊടുത്തു. അലങ്കരിച്ചുകൊണ്ട് അവിടെ ആ ദ്വാരകയിലേക്ക് കൊടുക്കുവാനുണ്ട്. എന്തായാലും കൊടുത്തു എന്ന് പറയാണ്. പിന്നീട് ഇത് മനസ്സിലായതോടുകൂടി എന്തായി? വേഗം തന്നെ ദേവേന്ദ്രൻ യുദ്ധത്തിനായിട്ട് വന്നു എന്ന് പറയാണ്. യയാചാനമ്യകിരീടകോടിഭിപാദോ സ്പൃശൻ അച്യുതമർദ്ധ സാധനം സിദ്ധാർത്ഥയേതേന വിഗൃഹ്യത്തെ മഹാനഹോസുരാണാം ചതമോ നിഗാഢ്യതാം. പിന്നെ ആ ദേവേന്ദ്രൻ വന്ന് ഗംഭീരമായിട്ട് യുദ്ധമൊക്കെ ചെയ്തെങ്കിലും എന്താണ്, യുദ്ധത്തിൽ നിന്നൊക്കെ തോൽപ്പിച്ചുകൊണ്ട് പാരിജാതം ആ സത്യഭാമയ്ക്ക് തന്നെ കൊടുക്കാനുണ്ട് തീരുമാനിച്ചു. ഇന്ദ്രൻ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നേരെ ദ്വാരകയിൽ വന്ന കൃഷ്ണനെ തൻ്റെ കിരീടത്താൽ തൃപ്പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് കുമ്പിട്ട് വണങ്ങിയിരുന്നതായിട്ടുള്ള ഇന്ദ്രൻ കാര്യം നടന്നത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? പിന്നെ യുദ്ധത്തിനായിട്ട് അല്ലെ, തൻ്റെ പാരിജാതം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്തു എന്ന് പറയാണ്. ഇത്രയേ ഉള്ളൂ. ദേവന്മാർക്ക് പോലും ഇതാണ് അവസ്ഥ. അപ്പൊ പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ആലോചിച്ച് നോക്കൂ. കാര്യം കാണാൻ വേണ്ടിയിട്ട് അല്ലെ, കാര്യം കാണാൻ വേണ്ടിയിട്ട് ഒരു പോക്കുണ്ട്. പരീക്ഷ ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലോട്ടൊരു പോക്ക്, അല്ലെങ്കിലോ ആ വഴി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിയില്ല. അങ്ങനെയാണ് ഈ നമ്മുടെ മനുഷ്യരെ. അപ്പൊ ദേവന്മാരിങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ കാര്യം? മനുഷ്യരുടെ കാര്യം അതിൽ കഷ്ടാന്ന് പറയാണ്. എന്തായാലും
ആ ദേവന്മാർക്ക് പോലും എന്താണ് ഈ തമോ ഗുണം വന്ന് പെട്ടു എന്ന് പറയാണ്. നോക്കൂ അവിടെ, നഹോസുരാണാം ച തമോ നിഗാഢ്യതാം, തമോ ഗുണത്തിന്റെ ആധിക്യം അവരിലും ബാധിച്ചു. അങ്ങനെ ആ കൃതജ്ഞത ബാധിച്ചുകൊണ്ട് സമ്പത്തിന്റെ ആധിക്യമാണ് ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഐശ്വര്യം നമുക്ക് വല്ലാണ്ട് വന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് തമോ ഗുണം നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഓർത്തോളുക. എങ്ങനെ, എപ്പോഴാണ് ഓർക്കേണ്ടത്? അതിൽ ഭ്രമിച്ച് നമ്മുടെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ സമ്പത്തിനെ നമ്മൾ പെരുമാറുമ്പം നമുക്ക് തമോ ഗുണമായിരിക്കും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അത് എന്നും എന്താണ്, അതെന്നും ആ അവസ്ഥ എന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ അത് മഹാനിന്ദ്യമായിട്ട് തന്നെയാണ് അത് വരുന്നത്. അത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം എന്നും കൂടി ഒരു ഉപദേശവും കൂടിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അവിടെ നരകാസുരന്റെ അവസ്ഥ കാണിച്ചു തരുന്നത്. എന്തായാലും ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിയതിൽ പിന്നെ ആ കന്യകാ സ്വരൂപന്മാരായിട്ടുള്ള കന്യകമാരെ മുഴുവൻ എന്താണ് ഭഗവാൻ ആ ദ്വാരകയിൽ വന്ന്, എത്ര കന്യകമാരുണ്ട്, 16,100 കന്യകമാരുണ്ടെങ്കിൽ അത്രയും കൃഷ്ണനായിട്ട് അങ്ങ് ഭഗവാൻ വേഷം ഇവിടുന്ന് സ്വീകരിച്ചു, സ്വരൂപത്തെ സ്വീകരിച്ചു. എത്ര തന്നെ ആയാലും ആ തന്റെ പൂർണ്ണതയ്ക്ക് യാതൊരു ക്ഷതവും വരുന്നില്ല. എങ്ങനെയാ ക്ഷതം വരുന്നത്? നമ്മളൊരു തീപ്പട്ടിക്കൊള്ളിയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ അഗ്നിയാണ് ലങ്ക മുഴുവൻ അല്ലെ ചുട്ടരിച്ചത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ അഗ്നി എത്ര കണ്ട് പകർന്നു പോയാലും അതിനൊരു ലെവലേശം പോലും നഷ്ടം അല്ലെങ്കിൽ കുറവ് അവിടെ സംഭവിക്കുന്നില്ല. അതുപോലെയാണ് ഭഗവാന്റെ ഈ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ, പിന്നെയും പൂർണ്ണമായിട്ട് തന്നെ അവശേഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ. അങ്ങനെ ആ ഓരോ ഭവനങ്ങളിലും 16,100 ഭവനങ്ങള് എങ്ങനെയാണോ രുക്മിണി ദേവിക്ക് കൊട്ടാരം ഉണ്ടാക്കിയത്, അതേപോലെ ഈ 16,100 പേർക്കും കൊട്ടാരം വെച്ച് അവരുടെ കൂടെ സുഖമായിട്ട് എല്ലാവർക്കും എങ്ങനെയാണോ ഭർത്താവിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം അതെല്ലാം പിന്നെ ഒരേ മുഹൂർത്തത്തിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, യഥോപയേമേ ഭഗവാൻ സ്ഥാവരൂപധരോവ്യയ ഏകസ്മിൻ നാനാകാരേഷു സ്ത്രീയ അഥോ മുഹൂർത്തെ, ഒരേ മുഹൂർത്തത്തിൽ തന്നെ എല്ലാവരെയും ഒരേ സമയത്ത് തന്നെ അവിടെ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതും അതുപോലെ തന്നെ ആത്മാരാമനുമായിട്ടുള്ള ആ ഭഗവാൻ മറ്റൊന്നിനും അരുതാത്തതുമായിട്ടുള്ള ആശ്ചര്യങ്ങളായിട്ടുള്ള അവരുടെ ഓരോരുത്തരുടെയും ഗൃഹങ്ങളിൽ വിട്ടുപിരിയാതെ അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ സാധാരണക്കാരനെ പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ രേമേ രമാഭിർനിജകാമ സംപ്ലുതോ യഥേതരോ ഗാർഹകമേതിദാംശ്ചരൻ. അപ്പം അവിടെ ഒരു ഗൃഹസ്ഥ ആശ്രമ ധർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കുന്നവനായിക്കൊണ്ട് ഭഗവാൻ അവരുടെ കൂടെ രമിച്ചു എന്ന് പറയാണ്. പിന്നെ ഇത്തം രമാപതിമവാപ്യപതിം പ്രിയസ്ത ബ്രഹ്മാദയോപി നവിദുഃ പദവീം യദീയാം ഭേജുർമുദാ വിരതമേധിതയാനുരാഗസാവലോക നവസംഗമജൽപജാഹ. പിന്നെ അവരുമായിട്ടുള്ള ദാമ്പത്യത്തിന്റെ ഒക്കെ ആ ബാഹ്യഭാവത്തെ കുറിച്ചൊക്കെ അവിടെ പറയാണ്. ഭഗവാന്റെ ഗതി എന്താണ് അല്ലെ, സാധാരണ മനുഷ്യരുടെ ഗതി എന്താണ്? ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാൻ വേഗം താഴോട്ടിറങ്ങി വന്ന് അവരുടെ കൂടെ രമിക്കുന്ന ആ ഒരു രീതിയാണ് അവർ കാണിച്ചു തരുന്നത്. എന്താണ്? ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അല്ലെ ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കാത്തതാണ് ഭഗവാന്റെ ആ ബ്രഹ്മാദയോപി ന വിദു പദവീം യദീയാം. ആ ഭഗവാന്റെ പദവി എന്താണെന്ന് ഇന്ന് ത്രിമൂർത്തികളായിട്ടുള്ള ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ ഭഗവാനെ ഒരു ഭർത്താവ് എന്നുള്ളൊരു ഭാവത്തിൽ ലഭിച്ചതായിട്ടുള്ള ആ പത്നിമാര് എന്തെന്നില്ലാതെ അനുരാഗത്വം കലർന്നതായിട്ടുള്ളതും മന്ദഹാസത്തിൽ കടാക്ഷ കോണുകളോടുകൂടി മയക്കി വീഴ്ത്താൻ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടു ദ്വാരകയിലേക്ക് ചെന്ന പത്നിമാര് അല്ലെ ഭഗവാനെ പലതരത്തിൽ നോക്കി ഒന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട്, അതിലൊക്കെ ഭഗവാൻ ഇത് വല്ലതും വീഴുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഭഗവാന്റെ സാമീപ്യങ്ങൾ നമുക്ക് അത് സന്തോഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറില്ല, എന്താ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹേ ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് ലോകത്തെ സുഖമായിട്ട് അനുഭവിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് നമ്മളുടെ മനോഭാവമാണത് അല്ലെ. എനിക്ക് കണ്ണൻ എന്നെ, നമ്മൾ പറയാറില്ലേ, എന്താ ശരിയാട്ടോ, കണ്ണനെ അറിഞ്ഞ് കളിച്ചിട്ടുണ്ട് അതിൽ എന്ന് പറയാറില്ലേ ചില കാര്യങ്ങളൊക്കെ. ഭഗവാൻ അറിഞ്ഞോണ്ടാ എന്നെ അന്ന് അവിടെ ഇന്നത് ചെയ്തു തന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഓരോ പത്നിമാരും അവരെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭർത്തൃലീലകളില് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു. എന്നിട്ടോ പ്രത്യുദ്ഗമാസനവരാരിഹണ പാദശൗചതാംബൂല ബീജനഗന്ധമല്യേഹി, അവര് പലതരത്തിലുള്ള
എന്താണ് ആ പ്രത്യുദ്ഗം ആസന വരാരിഹണ പാദശൗചം അല്ലെ, പലതരത്തിലുള്ള ആ നർമ്മവചനങ്ങളെ കൊണ്ടും മറ്റും പ്രകടമാക്കുന്ന ലജ്ജ കൊണ്ട് അവര് അനുനിമിഷം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള സന്തോഷത്തോടുകൂടി ഭഗവാനെ ഉപാസിച്ചു എന്ന് പറയാണ്. എന്നിട്ടോ ഭഗവാൻ അതിനൊക്കെ ഇങ്ങനെ ഒരു മരപ്പാവെ പോലെ അല്ലെ, ഭഗവാൻ ഒരു മാനുഷിക വേഷം ധരിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്നു. അവര് എന്താണ് ഭഗവാൻ പലയിടത്തും പോയി കഴിയുമ്പോൾ എന്താണ് ഭഗവാനെ തിരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി തിരിച്ചു വരുവാൻ വേണ്ടി ഭഗവാനെ അവിടുന്ന് എതിരേൽക്കും അവര്. എന്നിട്ടോ പോരാ, ഇരിക്കാൻ വേണ്ടിട്ട് ഇരിപ്പിടം കൊടുക്കും. പ്രദ്യോദ്ഗം ആസന വരാരിഹണം, എന്നിട്ടോ ആ ഇതിലിരുന്നിട്ട് അരിഹണം പൂജിക്കും അവര്. എന്നിട്ട് എന്ത് ചെയ്യും? പാദശൗച താമ്പൂല വിശ്രമണ, എന്നിട്ടോ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാല് കാല് കഴിയിക്കും. കാല് കഴിച്ചിട്ടോ മുറുക്കാൻ വേണ്ടിയിട്ട് വെറ്റില കൊടുക്കും എന്നാ പറയാ. നോക്കൂ അവിടെ. അപ്പം പിന്നെ ഈ ബ്രാഹ്മണര് മുറുക്കുന്നതിൽ തെറ്റുണ്ടോ? അത് ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. താമ്പൂല വിശ്രമണ, എന്നിട്ട് ആ താമ്പൂലൊക്കെ ചവച്ചുകൊണ്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീജനഗന്ധമല്യോ, അവിടെ ആ അഖില ചന്ദനം തുടങ്ങിയതായിട്ടുള്ള ഗന്ധങ്ങളെ കൊണ്ടൊക്കെ ഭഗവാന്റെ ആ ദേഹത്ത് മുഴുവൻ പുരട്ടി. പിന്നെ കേശപ്രസാര ശയന സ്നപനോപഹാര്യീശത അപി വിഭോർ വിദദുസ്മദാസ്യം. പിന്നെ അവിടെ പലതരത്തിലുള്ള രീതിയിൽ ആ ഭഗവാന്റെ കാല് തലോടിക്കൊണ്ടും പിന്നെയോ മാലയൊക്കെ ധാരാളം മാലയൊക്കെ കെട്ടി ഭഗവാനെ അണിയിക്കുക, മുടി അലങ്കരിക്കുക, പൂമെത്ത വിരിച്ചൊരുക്കുക, അങ്ങനെ കളിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഒക്കെ ചെയ്ത് ഭഗവാൻ പോരാ. അവിടെ പറയുന്നുണ്ട് എന്താണ് ഉപഹാരി കേശപ്രസാര ശയന സ്നപനോപഹാരീദാസീശത, ഒരു ദാസി ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിഭോ വിദധുസ്മദാസ്യം, അങ്ങനെ ഭഗവാനെ കുളിപ്പിക്കുക. പിന്നെയോ പോരാ, ഭഗവാന് ചോറ് ഉരുള വായിൽ വെച്ച് കൊടുക്കുക, ഭുജിപ്പിക്കുക. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അവര് എല്ലാ ഏർപ്പാടുകളും ചെയ്ത് ദാസ്യം വേണ്ട പോലെ അവര് നിർവഹിച്ചു എന്ന് പറയാണ്. അപ്പം ഓരോ പത്നിയും അതാതിടത്ത് ആ ശ്രീകൃഷ്ണനെ ഇപ്രകാരമായിക്കൊണ്ട് ഉപചരിച്ചുകൊണ്ട് എങ്ങനെയാ 16,100 ദാസിമാരെ അവർക്കൊക്കെ ഓരോ കൃഷ്ണൻ അവര് ആഗ്രഹിക്കുന്ന പോലെ അത്യാനന്ദത്തോടു കൂടി അവരോട് ചേർന്ന് അവിടെ വസിച്ചു. എന്നാൽ സാക്ഷിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തം ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അല്ലെ ആത്മാനന്ദത്തിൽ രമിക്കുന്നവരുമായിക്കൊണ്ട് എവരുടെയും ആ ഹൃദയ പങ്കജ കർണികാ മധ്യത്തിൽ ഭഗവാൻ അവിടെ വസിച്ചു എന്ന് പറയാണ്. അപ്പൊ ആ ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മളെന്നും ദിവസം രാവിലെ ചെയ്യുന്നതല്ലേ ഇത് അല്ലെ? നമ്മുടെ ധ്യാനത്തിൽ എന്താ നമ്മൾ ചെയ്യാറ്? നമ്മൾ ഈ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ കൃഷ്ണനെ നമുക്കും കിട്ടുന്നില്ലേ? അതുപോലെ തന്നെയാണ്. ഇതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ശരിക്ക്? ഈ നരകാസുരന്റെ തടവറയിലുണ്ടായിരുന്ന 16,100 പത്നിമാരെയും സംബന്ധിച്ചിടത്തോളം എന്താണ് അവരൊക്കെ ഈ ഭക്തിഭാവത്തിലേക്ക് ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന്. കാരണം എന്താണ്, ജീവിതത്തില് ഇന്ന് നമ്മൾ കാണുന്ന ഭർത്താക്കന്മാരോ ഇന്ന് കാണുന്ന അച്ഛനമ്മമാരോ ഇന്ന് കാണുന്ന മക്കളോ ഇതൊന്നുമല്ല യഥാർത്ഥമായിട്ടുള്ള സുഖത്തിന് അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ സംരക്ഷണം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല കെയർ. പിന്നെ ഏതാ കെയർ? നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളോട് ചേർന്നിരിക്കുന്ന ഒരു കൃഷ്ണനുണ്ട്. അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഈയൊരു ഭക്തിയുടെ പാരമ്യത്തിലേക്ക്, ആ ഭക്തിഭാവത്തിലേക്ക്, ഉയർന്ന ഉദാത്തമായിട്ടുള്ള ഒരു ഭാവത്തേക്ക് ആ നരകാസുരന്റെ തടവറയിൽ പെട്ടതായിട്ടുള്ള സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലാതെ നമ്മൾ ലൗകികമായിട്ടുള്ള ഒരു ഭാഷയിൽ 16,100 പത്നിമാര് ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെ, ഇനി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയണം? ഒരാളെ പോലും നമുക്ക് അല്ലെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭഗവാന് 16,000 എന്നുള്ള അല്ല, പിന്നെന്താണ് എല്ലാവരുടെയും ഉള്ളിൽ ഈ പറയുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പുച്ഛിച്ച് പറയുന്നതായിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലും ആ കൃഷ്ണൻ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിലുള്ള കുറച്ച് അല്ലെ ഇരുട്ടുകളുണ്ട്. ആ ഇരുട്ടിനെയൊക്കെ ഒന്ന് മാറ്റണം. നല്ല അല്ലെ ഒരു ബൾബ് കൊണ്ടുപോയി ഇടണം ആ ഹൃദയശ്രീകോവില്. മറ്റെന്താണ് ഇപ്പൊ അതിന്റെ പുറമെ മുഴുവൻ മാറാലകൾ പിടിച്ചു കിടക്കുകയാണ്. കാമക്രോധ ലോഭമത മത്സര്യാദികളായിട്ടുള്ള ആ മാറാലകളെയൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആ കണ്ണൻ മാത്രമേ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തിക്കൊണ്ടുവന്നു. കണ്ണന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അല്ലെ, പുരുഷനും പ്രകൃതിയും ഒന്ന് മാത്രം എന്നുള്ള ആ
യഥാർത്ഥമായിട്ടുള്ള ജീവാത്മാ പരമാത്മാ ചൈതന്യത്തിൻ്റെ ആ യഥാർത്ഥ ഭക്തിഭാവത്തിൻ്റെ അതുല്യമായിട്ടുള്ള ഒരു ഉദാത്തമായിട്ടുള്ള ഭാവത്തെയാണ് ഈ വിവാഹത്തിലൂടെയൊക്കെ, വിവാഹ കഥയിലൂടെയൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം ഇന്നും അല്ലേ നമ്മള് എന്താണ് ചീത്തപ്പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഭക്തന്മാർക്ക് ഇത് മനസ്സിലാക്കിയിരിക്കണം. എന്താ ഈ കഥകളിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ നിരന്തരം നമ്മൾ രാവിലെ ധ്യാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. അതിനെ ഉറപ്പിക്കലാണ്. നമ്മൾ ഒക്കെ യന്ത്രമാണ്, എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശക്തി എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലെ ഈശ്വരേച്ഛയോടുകൂടിയാണ് ഈ പ്രകൃതി ഇന്ന് മുമ്പോട്ട് പോകുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ പിന്നെ ആരോടും നമുക്ക് വിരോധമില്ല, ആരോടും ദേഷ്യമില്ല, സങ്കടമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ മുഴുവൻ ഗുരുനാഥന്റെയും ഭക്തന്മാരുടെയും ഒക്കെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം.